അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല, മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കില്ല, ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തുകയില്ല. ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല VS വിടവാങ്ങുന്നത്. ഈ VSന്റെ അന്ത്യയാത്രയെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ വിവരണമാണിത്. ഞാനിത് പറഞ്ഞത് ഒരു താരതമ്യമല്ലേ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ശരിക്കും ചാണ്ടിയുമായി താരതമ്യം ചെയ്തിട്ടാണ് ഈ അരുൺകുമാർ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ചെയ്തത്. ഇതിൽ എന്തുമാത്രം നന്മയുണ്ട്, അല്ലെങ്കിൽ ഇതാണോ മാധ്യമപ്രവർത്തനം? ഇത് ഡോക്ടർ അരുൺകുമാർ ചെയ്തിരിക്കുന്നത് മതവിദ്വേഷമാണിത്. അവിടെ ഒരു പുണ്യാളനായിട്ട് ഉയർത്തെഴുന്നേൽക്കില്ല, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇന്ന് വേറെ കാര്യം കൂടി. ഇന്ന് അരുൺകുമാർ മോർണിംഗ് ഷോയിൽ പറഞ്ഞു, ഞാൻ ഉമ്മൻചാണ്ടിയെ പറ്റിയേ അല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയണ്ടല്ലോ. പത്രങ്ങൾ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിർത്തുകയില്ല എന്നുള്ളത് അത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് മാത്രമാണ്. അത് അദ്ദേഹം എത്ര ഇനി വെള്ളം പൂശിയാലും അത് ഇനി തിരുത്താൻ പറ്റില്ല, മാപ്പ് പറഞ്ഞിട്ടില്ല അദ്ദേഹം. അപ്പോൾ ഇത് ശരിക്കും ഒരു മതവിദ്വേഷവും കൂടിയല്ലേ? അന്ന് മെഴുകുതിരി കൊളുത്താൻ ഇവിടെ VSന്റെ അവിടെ മെഴുകുതിരി കൊളുത്താൻ എത്തില്ല, അവിടെ മെഴുകുതിരി കൊളുത്തും, ഭക്തജന പ്രവാഹം എന്നൊക്കെ പറഞ്ഞ് അത് മതവിദ്വേഷമാണ് നടത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പേരിൽ കേസെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, VSന്റെ ശവകുടീരത്തിലേക്കും VSനെ ആരാധിക്കുന്നവരുടെ ഒരു പ്രവാഹം ഉണ്ടായെന്ന് വരാം. അതിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ഉണ്ടാകത്തില്ല, കോൺഗ്രസ് ആയതുകൊണ്ട് അവിടേക്കുണ്ടാകും എന്നൊന്നും പറഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. ഇത് ശുദ്ധ പോഷകത്തരമാണ് ഈ പറയുന്നത്. ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം നേതാക്കന്മാർക്ക് പ്രാധാന്യമുണ്ടോ അവർ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ അവിടെ പോകും, അല്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു മരണസമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കൂടി. അത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടല്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടല്ല. ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ ജനങ്ങളുടെ ഇടയിൽ അത്രത്തോളം പ്രാധാന്യമുള്ളതുകൊണ്ടും എപ്പോഴും സ്വീകാര്യനായ ഒരു നേതാവായതുകൊണ്ടല്ലേ അത്രത്തോളം. അല്ലാതെ മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മൻചാണ്ടി എഴുന്നേറ്റ് വന്ന് പറഞ്ഞല്ലോ ഞാൻ പുണ്യാളനാ, എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരണമെന്ന്. ഇന്നത്തെ കണക്ക് ഞാൻ ഇരട്ടച്ചങ്കനാണ്, ഞാൻ മറ്റേ കാരണഭൂതനാണ്, ഞാൻ സൂര്യനാണ്, ചന്ദ്രനാണ്. ഇത് പറഞ്ഞ് നടത്തിയതല്ലല്ലോ ഈ രണ്ട് നേതാക്കന്മാർ, VS ആണെങ്കിലും ഉമ്മൻചാണ്ടി. അത് ജനങ്ങൾക്ക് കൊടുത്ത നന്മ, അത് അവരുടെ ഉള്ളിൽ നിന്ന് വന്ന അവരോടുള്ള സ്നേഹവും കരുതലും അല്ലെങ്കിൽ ആരാധനയും അല്ലേ ഈ ജനപ്രവാഹം. ഇത് കണ്ട് ഉരുപൊട്ടേണ്ട കാര്യം ചിലർക്കുണ്ടോ? ഇതിനകത്ത് ഇപ്പോൾ VSനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന നാളുകളിലൊക്കെ ഞാൻ EMSനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. EMS മരിച്ചിട്ടും വർഷങ്ങളായല്ലോ. ഇപ്പോഴും EMSനെ കുറിച്ചുള്ള ചിന്തകളും EMS ഇവിടെ നൽകിയിട്ട് പോയ കാര്യങ്ങളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ്. ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ ഇവിടെ നൽകിയിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്, അവയിലൂടെ ആയിരിക്കും അവർ പിന്നെ ജീവിക്കുക. ഇത് ONV ഒരിക്കൽ പറഞ്ഞ കാര്യമാണിത്. ONVയെ സംബന്ധിച്ചിടത്തോളം ONVയുടെ കവിതകളിലൂടെ നിൽക്കുകയാണ്. അതുപോലെ EMS നൽകിയ കോൺട്രിബ്യൂഷനുണ്ട്, സാഹിത്യം മാത്രമല്ല രാഷ്ട്രീയത്തിലുള്ള കോൺട്രിബ്യൂഷനുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടും. അതുപോലെ ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷനുണ്ട്. ഉമ്മൻചാണ്ടി സാഹിത്യ കോൺട്രിബ്യൂഷൻ എന്നല്ല പറയുന്നത്, ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ജനസേവനം, ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള, ഇപ്പോൾ ഗാന്ധിജി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇയാൾ ഒരുതരം അരുൺകുമാർ എന്ന് പറയുന്ന വലിയ മാധ്യമ ആളെന്നും പറഞ്ഞ് ചമയുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യമല്ല. ഇത് ചുമ്മാ ഒരുതരം കടിച്ചു പിടിച്ചുകൊണ്ട് ഒരുതരം വളരെ ഈ തരം താണ വർത്തമാനമാണ് നടത്തുന്നത്. ഉമ്മൻചാണ്ടി അത് രണ്ടുപേരും രണ്ട് രീതിയിലാണ്, രണ്ടു പേർക്കും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തിനാ ഈ ബേജാറാകുന്ന, എന്തിനാ? അതിപ്പോൾ ആൾക്കൂട്ടം ആർക്കായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ മത്സരമൊന്നുമില്ല. മാത്രമല്ല ഒരു മതവിദ്വേഷം കൂടിയാണ്. ഓർത്തഡോക്സ് സഭയാണ് ഉമ്മൻചാണ്ടി, എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് സഭാംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണപ്പെട്ട ഒരു കുഴിമാടത്തിൽ എല്ലാവരും മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കുക. അത് മരണപ്പെട്ടവരുടെ എല്ലാവരുടെയും കുഴിമാടത്തിൽ അങ്ങനെ തന്നെയാണ്. കല്ലറയിൽ മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കുകയും പൂച്ചെണ്ടുകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യും.
അത് അവരുടെ വിശ്വാസമാണ്. പിന്നെ ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു നേതാവിൽ അർപ്പിച്ച ഒരു വിശ്വാസം, അതൊരു പുണ്യാളനായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ദൈവപുത്രനായിട്ടോ ഒന്നും അല്ല. അത് അവരുടെയൊക്കെ ജനങ്ങളുടെ ഒരു വിശ്വാസം. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടുമെന്നുള്ള, അത് ആ ഒരു മതത്തിന്റെ വിശ്വാസമാണ്. അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും അവിടെ ആ കല്ലറയിൽ ആൾക്കാർ, അതും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും വരുന്നെന്നുണ്ടെങ്കിൽ അതിൽ അരുൺകുമാറിന് കുരുവൊട്ടിയിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് നേതാവൻ ഈശ്വര വിശ്വാസി, VS ഈശ്വര വിശ്വാസി അല്ല എന്നുള്ള ഈ VS തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും അങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നത്. പക്ഷെ ആ സംസ്കാര ചടങ്ങിലും മറ്റേ മുഷ്ടിയൊക്കെ ചുരുട്ടി നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ ഇൻക്ലാബ് സിന്ദാബാദും വിളിച്ച് ലാൽ സലാമും പറഞ്ഞാണല്ലോ അദ്ദേഹത്തിന് അന്ത്യവയ്പ് നടത്തുന്നത്. റോസാപ്പൂവാണല്ലോ, ഇവിടെ മെഴുകുതിരിയാണെങ്കിൽ അപ്പുറത്ത് റോസാപ്പൂ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ചടങ്ങുകളാണ്. ഇപ്പം ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കാണെങ്കിൽ ആ രീതിയിലുള്ള ചടങ്ങുകളാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകളുണ്ട്. അവരുടെ ചടങ്ങുകൾ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ മാറ്റി നിർത്തട്ടെ. അവർ മറ്റേ ലാൽ സലാം പറഞ്ഞ് ഇൻക്ലാബ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചുള്ള ചടങ്ങുകൾ മാറ്റി നിർത്തട്ടെ. അപ്പം ഇത് രണ്ട് രീതിയിലുള്ള ചടങ്ങുകളാണ്, രണ്ട് രീതിയിലാണ് ഈ നേതാക്കന്മാരെ യാത്ര അയക്കുന്നത്. പക്ഷെ ഈ ഒരു വിയോഗത്തിൽ പോലും എനിക്കൊരു കാര്യത്തിൽ അവരെ അഭിമാനിക്കാം. കാരണം റിപ്പോർട്ടർ ചാനൽ ഏകദേശം 10-50 മണിക്കൂറോളം ഇത് മാത്രമായിരുന്നു അവരുടെ ലൈവിൽ. ഒരു പരസ്യം പോലും അധികം വന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു പാട്ടൊക്കെ VS-നെ പറ്റി, അതൊക്കെ നമുക്ക് അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ VS-ന്റെ പക്ഷമല്ല, ഉമ്മൻചാണ്ടിയുടെ പക്ഷമല്ല, പക്ഷെ രണ്ട് നേതാക്കളും നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാണ്. അപ്പം ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യതയിൽ കാലം റിപ്പോർട്ടർ ചാനൽ ഒരു പക്ഷേ VS-ന്റെ ഈ ഒരു വിയോഗം വളരെ ഗംഭീരമായിട്ട് അവർ നടത്തുകയും അത് VS എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പം അരുൺകുമാറിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയം കാണാം. ആ രാഷ്ട്രീയം എന്തായാലും ഇന്നലെ നമ്മളത് കണ്ടു. പക്ഷേ അത് ഈ പരസ്പരം കമ്പയർ ചെയ്യുക, അത് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട രണ്ട് നേതാക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ വില കുറച്ച് കളയുന്ന പരിപാടി തന്നെയല്ലേ? ഇപ്പോൾ VS-ന്റെ ശവകുടീരത്തിൽ നാളെ ഒരാൾ പോയി ഒരു മെഴുകുതിരി കത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു നിലവിളക്ക് കത്തിച്ചാലൊന്നും ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് അയാളുടെ ഒരു വിശ്വാസത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ അടുക്കൽ അതൊരു രീതിയിൽ ചെയ്യുന്നു, ഇവിടെ വേറൊരു തരത്തിൽ. ഇപ്പം അച്യുതാനന്ദൻ ശബരിമലയ്ക്ക് പോയി. അവിടെ ശബരിമലയിൽ എത്താറായപ്പോൾ ആ വെടിവഴിപാട് കൗണ്ടറിലിരുന്ന ആൾ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, അച്യുതാനന്ദൻ സ്വാമികൾക്ക് ഒരു ചെറിയ വെടി, 2 വലിയ വെടി. അത് അവിടെ ചെല്ലുന്നവരെല്ലാം സ്വാമിമാരാണ്. അച്യുതാനന്ദൻ സ്വാമികളാണ്. പിണറായി വിജയനും അവിടെ ചെന്നാൽ പിണറായി സ്വാമിയാകും. അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്നത് അത്തരത്തിലാണ്. അപ്പോൾ അതിനവിടെ അച്യുതാനന്ദൻ പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയില്ല. അത് കേട്ടിട്ട് VS നിർത്താതെ മലകയറിയ VS അവിടെ ചെന്ന് അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് അത്തരത്തിലുള്ള രീതിയാണ് എടുക്കേണ്ടത്. ഇയാൾ കാണിക്കുന്നത്, ഇയാൾ പൊളിറ്റിക്സ് അധ്യാപകനല്ലേ, ഈ അരുൺകുമാർ എന്ന് പറയുന്നവൻ ആണെന്ന് പറയുന്നു. കേരള സർവകലാശാലയിലെ കാര്യവട്ടം ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടുന്ന് പോയത് നന്നായി, പിള്ളേർ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ രീതിയല്ലല്ലോ വേണ്ടത്. ഇതാണോ ഇതിനകത്തൊരു മതേതര സ്വഭാവം വേണ്ടേ? ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇവിടെ പറയും VS-ന് ആൾ കൂടുതലായിരുന്നു, ഉമ്മൻചാണ്ടി കുറവായിരുന്നു. ഇതങ്ങനെയൊന്നും ആൾക്കാരെ അങ്ങനെയൊന്നും താരതമ്യം ചെയ്യുന്നില്ല. ഇവരെല്ലാം ഓരോ തരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ പിന്നെ സമ്മതി നേടിയിട്ടുള്ളവരാണ്. കെ നായനാർ അത് വേറൊരു തരത്തിൽ. ഞാൻ പറയാറുണ്ടല്ലോ, EMS-ന്റെ ഒരു തലം വേറൊരു തലത്തിൽ കൂടെ വരുന്നുണ്ട്. ഇവർക്ക് ആർക്കുമില്ലാത്ത ഒരു തലം EMS-നുണ്ട്. ഒരു ബൗദ്ധിക തലം. എത്ര ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അരുൺകുമാർ എന്നല്ല ആര് പുകഴ്ത്തിയാലും നമുക്കറിയാം VS ബാക്കി വെച്ച ചില മാതൃകകളുണ്ട്. അത് ഇനി വരുന്ന തലമുറകൾ, അതായത് ഇനി വരുന്ന തലമുറകൾ ഏറ്റെടുത്ത് ആ മാതൃക പിന്തുടർന്നാലേ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പുനർജനിക്കൂ. VS-ന് കൊടുത്തതുപോലെ ഇനി ഒരു നേതാവിന് കിട്ടുമോ എന്നുള്ള നമ്മൾ ആശങ്കയിലാണ്. കാരണം അത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ജനപ്രിയ നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയോ VS-ഓ EMS-ഓ ഇനി ഉണ്ടാവും, ഇനി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഈ അരുൺകുമാർ ഒരു കുഴലൂത്തുകാരനാണെന്ന്. അയാളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കട്ടെ.